ഞാൻ വയനാട് പീസ് വില്ലേജിലെ ഡയാലിസിസ് യൂണിറ്റ് ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഡയാലിസിസിനെ കുറിച്ചാണ്. എങ്ങനെ ഒരു വ്യക്തി ഡയാലിസിസിലേക്ക് എത്തപ്പെടുന്നു എന്നും എന്തെല്ലാം പ്രിവെൻറ്റീവ് ആക്ഷൻ നമുക്ക് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് മെയിനായിട്ടും ശരീരത്തിലെ ഒരു വിസർജന അവയവമാണ്. നമ്മുടെ ശരീരത്തിൽ നട്ടെല്ലിന് ഇരുഭാഗങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഈ വൃക്കകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ വിസർജനം തള്ളപ്പെടുന്നത്. ഈ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിസർജനം കെട്ടിക്കിടന്ന് കൈകാലുകളിൽ നീര് വയ്ക്കുകയും നമുക്ക് വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം എന്നീ രോഗങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. ഇതിനെ നമുക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ കിഡ്നി മാറ്റിവെക്കൽ എന്നീ 2 രീതികളിലൂടെ മാത്രമേ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഡയാലിസിസ് പേഷ്യൻ്റ് ആകുന്നതിലും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മളെ ഈ ഡയാലിസിസിലേക്ക് എത്തിച്ചേർക്കപ്പെടുന്നത്. കിഡ്നി രോഗത്തിൻ്റെ പ്രധാന കാരണം പ്രമേഹമാണ്. പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. ഒരു വ്യക്തിക്ക് പ്രമേഹം പിടിപെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു ഡോക്ടറെ കാണിച്ച് നമ്മൾ അതിനു വേണ്ട മരുന്നുകൾ കഴിച്ച് പ്രമേഹം ഒരു കൺട്രോളിലായി കൊണ്ടുവരേണ്ടതാണ്. ഇന്ന് നമ്മുടെ പലരുടെയും മിഥ്യമായ ധാരണ എന്ന് വെച്ചാൽ പ്രമേഹത്തിന് നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങിയാൽ അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്നുള്ള ഒരു മിഥ്യമായ ധാരണയാണ് എല്ലാവരുടെയും മുൻപിലുള്ളത്. അത് മാറ്റി, അതുപോലെ തന്നെയാണ് നമുക്ക് പ്രഷറിൻ്റെ കാര്യത്തിലും. ബ്ലഡ് പ്രഷർ കൂടിയ ഒരു പേഷ്യൻറ്റിന് വൺസ് അവർ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കണം. അതുകൊണ്ട് അവരാരും അത് കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ശരിക്കും ഇതൊരു മിഥ്യമായ ധാരണയാണ്. ഇത് മാറ്റി ആളുകൾ പ്രമേഹം അല്ലെങ്കിൽ പ്രഷർ വന്നു പിടിപെട്ടാൽ ഉടനെ ഡോക്ടറെ കാണുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. ഈ പ്രമേഹവും ബ്ലഡ് പ്രഷറും കൺട്രോൾ ആയാൽ തന്നെ നമ്മൾ ഒരു പകുതിയിലേറെ നമുക്ക് കിഡ്നിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഡയാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് 2 തരം ഡയാലിസിസുകളാണ് ഉള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസും 2 പെരിറ്റോണിയൽ ഡയാലിസിസും. ഇതിൽ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തം ഒരു സൂചി മുഖേന പുറത്തെടുത്ത് ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്ന ഒരു യന്ത്രത്തിലൂടെ ശുദ്ധീകരിച്ച് തിരിച്ച് നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നതിനെയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഉദരത്തിൻ്റെ ഉള്ളിലുള്ള പെരിറ്റോണിയൽ മെംബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നതിനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന രീതി ഹീമോ ഡയാലിസിസ് ആണ്. കാരണം പെരിറ്റോണിയൽ ഡയാലിസിസിന് ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലായതിനാൽ അത് സ്റ്റെറൈൽ മെത്തേഡുകൾ വളരെയധികം വേണ്ടതിനാലും അതങ്ങനെ കോമൺലി യൂസ് ചെയ്യാത്ത ഡയാലിസിസ് രീതിയാണ്. ഇതിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ അകറ്റി നിർത്താം. നമ്മൾ നന്നായിട്ട് എക്സസൈസ് കഴിച്ചും ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്തും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തി നമുക്കൊരു പരിധിവരെ കിഡ്നി ഡിസീസ് നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.